പേൻ വളരുന്നു നമുക്കറിയാം. അതുപോലെ നമ്മുടെ വയറിനുള്ളിൽ പലതരത്തിലുള്ള കൃമികളും വിരകളും ഒക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇവയൊക്കെ നമ്മൾ കണ്ടതാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അമ്പരപ്പൊന്നും നമുക്കില്ല. എന്നാൽ നമ്മുടെ മുഖത്ത് നമ്മൾ ദിവസവും കണ്ണാടി നോക്കി ആത്മരതി കൊള്ളുന്ന ആ മുഖത്ത് ആയിരക്കണക്കിന് എട്ടുകാലി ജീവികൾ സുഖിച്ച് ജീവിക്കുന്നുണ്ട്. മുഖത്ത് നിന്ന് തന്നെ ഭക്ഷണം കണ്ടെത്തി തിന്ന് വിസർജിച്ച് ഇണചേർന്ന് മുട്ടയിട്ട് അവിടെ തന്നെ ചത്തുപോകുന്ന ആയിരക്കണക്കിന് ചിലന്തികൾ പോലുള്ള ജീവികൾ, ഡെമോഡെക്സ് മൈറ്റുകൾ എന്നാണ് അവയ്ക്ക് പേര്. ആർത്രോപോഡ വിഭാഗത്തിലെ വളരെ കുഞ്ഞന്മാരാണ് ഈ എട്ടുകാലികളുള്ള ഈ മൈറ്റുകൾ. സസ്തനികളുടെ മാത്രം ശരീരത്തിൽ ജീവിക്കുന്നവരാണ് ഡെമോഡെക്സ് ജനുസിൽപ്പെട്ട ഈ മൈറ്റുകൾ. അപ്പം ലോകത്ത് പലതരത്തിലുള്ള സസ്തനി ജീവികളുണ്ട്. അവയിലൊക്കെ കൂടിയിട്ട് ഒരു 65ഓളം ഇനം ഡെമോഡെക്സ് മൈറ്റുകളുണ്ട്. നായകളിലുണ്ട്. അതുപോലെ മനുഷ്യരുടെ ശരീരത്തിൽ ജീവിക്കുന്നത് 2 ഇനം ഡെമോഡെക്സ് മൈറ്റുകളാണുള്ളത്. ഡെമോഡെക്സ് ഫോളിക്കുലോറം എന്ന് പറയുന്നതും ഡെമോഡെക്സ് ബ്രെവീസ് എന്ന് പറയുന്നതും. ഇതിൽ ഫോളിക്കുലോറം എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, അതിലും ചെറുതാണ് ഡെമോഡെക്സ് ബ്രെവീസ്. കൺപീലി മൈറ്റുകൾ, മുഖമൈറ്റുകൾ, തൊലിമൈറ്റുകൾ, സ്പേസ് മൈറ്റ്സ് എന്നൊക്കെ പല പേരുകളിൽ ഇവയെ വിളിക്കാറുണ്ട്. എന്നാൽ ഇവയ്ക്ക് ഏറ്റവും ചേരുന്ന പേരായിട്ട് എനിക്ക് തോന്നിയത് ഫേസ്ബുക്കുകൾ എന്നാണ്. അതായത് മുഖം ഭുജിക്കുന്നവർ, അല്ലെങ്കിൽ മാംസബുക്ക് എന്നൊക്കെ ഉപയോഗിക്കുന്ന ബുക്കാണ് നമ്മുടെ മുഖത്തെ ഭക്ഷണമാക്കുന്ന ജീവികൾ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ മനോഹരമായിട്ടുള്ള നമ്മുടെ മുഖചിത്രങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഓർമ്മിക്കുക, നമ്മുടെ മുഖം മാത്രമല്ല അതോടൊപ്പം ആയിരക്കണക്കിന് കുഞ്ഞു ജീവികളുടെ അല്ലെങ്കിൽ എട്ടുകാലി ജീവികളുടെ ചിത്രം കൂടിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മൈറ്റുകൾ എന്ന് പറയുന്ന ജീവിക്ക് കൃത്യമായിട്ടുള്ളൊരു മലയാള പദമില്ല. ചെള്ള് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചെള്ളെന്ന വാക്ക് പലതരത്തിലുള്ള പരാതി ജീവികൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മൈറ്റുകൾ കൂടാതെ ടിക്കുകൾ എന്ന് പറയുന്ന ഉണ്ണികൾ, പശുവിൻ്റെയൊക്കെ അകിടിലൊക്കെ കടിച്ചു പിടിച്ച് നിന്ന് വീർത്ത് ഉണ്ട പോലെയാകുന്ന കുഞ്ഞു ജീവികളുണ്ടല്ലോ, പാലുണ്ണി എന്നോ ഒക്കെ വിളിക്കുന്ന, പല നാടുകളിൽ പല പേരുകളാണ്. രക്തം കുടിച്ച് വീർത്ത് ഒരു ഉണ്ട പോലെയാകുന്ന ജീവി, അത് ടിക്കുകളാണ്. ഇവയെയും ചെള്ള് എന്ന് വിളിക്കും. അതേസമയം ഫ്ലീ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, ചിറകില്ലാതെ, അതൊരു ഷഡ്പദമാണ്. അതേസമയം മൈറ്റുകളും ടിക്കുകളും അരാക്നിഡെ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വേറൊരു വിഭാഗം ജീവികളാണ്. അതായത് ചിലന്തികളൊക്കെ വരുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഫ്ലീ എന്ന് വിളിക്കുന്ന ഇൻസെക്റ്റാണ്, അതായത് ഷഡ്പദമാണ്. അവ നമ്മുടെ നായയുടെയൊക്കെ ദേഹത്ത് കാണുന്ന ഫ്ലീകൾ തെറിച്ച് കളിക്കുക, അതായത് തുള്ളന്മാരെ പോലെ അവയുടെ കാലിൻ്റെ ശക്തി കൊണ്ട് ഒരു ജീവിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് തെറിച്ച് പോകാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു പരാതിജീവിയാണ് ഫ്ലീകൾ. അതിനും നമ്മൾ ചെള്ള് എന്ന് തന്നെയാണ് വിളിക്കുക. അതായത് പട്ടിച്ചെള്ള് എന്നൊക്കെ വിളിക്കുന്ന, പട്ടിയുടെ ദേഹത്തു നിന്നൊക്കെ തെറിച്ച് വരുന്ന സാധനത്തിന്. സത്യത്തിൽ അത് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വേറെ തന്നെ ഒരു ജീവിയാണ്. ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ വിളിക്കുന്ന പ്ലേഗൊക്കെ പരത്താനുള്ള കാരണക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ചെള്ളുകളാണ്. അപ്പോൾ മൈറ്റിനെ നമുക്ക് തൽക്കാലം മൈറ്റ് എന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും ഗുണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ഫേസ് മൈറ്റുകൾ, അതായത് മുഖത്തുള്ള മൈറ്റുകളെ നമുക്ക് ചെള്ള് എന്ന് വിളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടർന്ന് മൈറ്റ് എന്ന് തന്നെ ഉപയോഗിക്കുന്നു. മൈറ്റുകൾ, ടിക്കുകൾ, ഫ്ലീകൾ, ഈ 3 തരം ജീവികളെയും പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ വേറൊന്നും നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഡെമോഡെക്സ് ഫോളിക്കുലത്തിൻ്റെയും ഡെമോഡെക്സ് ബ്രെവീസിൻ്റെയും ചിത്രം കണ്ട് പേടിച്ചു പോകും നമ്മൾ. ആ പേടി കൊണ്ട് 10 പ്രാവശ്യം മുഖമൊക്കെ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തേച്ച് കഴുകുകയോ ഉരച്ച് കഴുകുകയോ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെയൊന്നും നമ്മുടെ മുഖം വിട്ടു പോകില്ല. അതായത് അത്രമേൽ ചെറുതാണ്. 0.1 മില്ലിമീറ്റർ തൊട്ടൊരു 0.4 മില്ലിമീറ്റർ ഒക്കെ വലിപ്പം മാത്രമുള്ള വളരെ ചെറുതാണ്. സൂക്ഷ്മദർശിനിയിലൂടെ ഒക്കെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നേരിട്ട് നോക്കിയാൽ നമ്മൾ കണ്ണിന് അത് പിടിക്കില്ല. ഇനി ഇതിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെക്കൊണ്ട് വലിയ ഉപദ്രവങ്ങളൊന്നും സാധാരണഗതിയിലില്ല. മനുഷ്യർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഫേസ്ബുക്കുകളെ കൊണ്ട് ഉണ്ടാകുന്നില്ല. എന്തായാലും നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടുറങ്ങി പെറ്റ് ഇണചേർന്ന് ചത്തുപോകുന്ന ഈ കുഞ്ഞു ജീവികളെ പറ്റിയിട്ട് ഒന്ന് വിശദമായിട്ട് അറിയുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയൊന്നും മനുഷ്യരുടെ കൂടെ കൂടിയതല്ല. മനുഷ്യരുടെ പരിണാമഘട്ടം തൊട്ടേ ഇവർ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുഖത്തുണ്ട്. അതായത് മനുഷ്യർ യൂറോപ്യൻ ചെന്നായകളെ മെരുക്കി നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ നായകളാക്കി മാറ്റി ആ കാലം തൊട്ടിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, ചെന്നായകളെ മെരുക്കി നമ്മൾ നായകളാക്കുകയല്ല ചെയ്തത്, ഈ ചെന്നായകൾ അല്പം അവരുടെ സ്വഭാവമൊക്കെ മാറ്റി നമ്മളെ മെരുക്കി നമ്മളോടൊപ്പം ജീവിച്ചു എന്നും പറയാറുണ്ട്. അതായത് ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നായകളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മൈറ്റുകളും നമ്മുടെ കൂടെ ജീവിതം ആരംഭിച്ചതാണ്. അതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഈ ഡെമോഡെക്സ് മൈറ്റുകളെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനും പറ്റില്ല. അല്ലെങ്കിലും നായകളെ പോലെ തന്നെ ഇവർ ഇനി എങ്ങോട്ട് തിരിച്ചു പോകാനാണ്? നമ്മുടെ മുഖത്തല്ലാതെ അവർക്ക് ജീവിക്കാൻ ആവില്ല. മനുഷ്യരുടെ രോമക്കുഴികളിലെ മാത്രം ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ച് മാറിയവയാണ് ഈ ഡെമോഡെക്സ് ഫോളിക്കുലോറവും ഡെമോഡെക്സ് ബ്രെവീസും. അപ്പോൾ അവരുടെ ആവാസഭൂമിയാണ് നമ്മുടെ മുഖം. മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് രാജാക്കന്മാരുടെ മാത്രമല്ല എല്ലാ വേന്ദ്രന്മാരുടെയും നമ്മൾ ഓരോരുത്തരുടെയും മുഖത്തൊക്കെ വിളങ്ങുന്ന ഈ മുഖത്തൊക്കെ
ഇവർ കൂടിയുണ്ട്. മുഖത്തെ ഈ രോമക്കുഴികളിലും ദ്വാരങ്ങളിലും ഒക്കെ, അതായത് ചെറിയ വിളവുകളിലും മൂക്കിൻ്റെ ഒക്കെ അരികളിലെ വിള്ളുകളിലും ഒക്കെ ഉള്ള കുഴികളിലും ഒക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഡെമോഡെക്സ് ഫോളിക്കുലോറം. നമ്മുടെ മുഖത്തുള്ള എണ്ണമയം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് ഒരു സെബേഷ്യസ് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം മെഴുക്കാണ്. ഇത്തരത്തിലുള്ള സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഡെമോഡെക്സ് ബ്രെവിസ്. നമ്മുടെ നെഞ്ചത്തും നിതംബത്തിലും ഒക്കെ കുറേശ്ശെയൊക്കെ ഇത്തരത്തിൽ ഡെമോഡെക്സ് മൈറ്റുകൾ ഉണ്ടാവും. എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഇവ കോളനികളായിട്ട് ജീവിക്കുന്നത് മുഖത്താണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മുഖത്ത് ഇങ്ങനെ കൂടുതലായിട്ട് ജീവിക്കാൻ ഇവ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ സെബേഷ്യസ് ഗ്രന്ഥികൾ, കൊഴുപ്പ് പുറത്തേക്ക് വിടുന്ന ഗ്രന്ഥികൾ കൂടുതലുള്ളത്. അതുകൊണ്ടാണല്ലോ നമുക്ക് മുഖക്കുരു മുഖത്ത് മാത്രം വരുന്നത്. മുഖത്ത് തന്നെ കവിളുകൾ, മൂക്കിൻ്റെ അരികുകൾ, അതുപോലെ പുരികം, കൺപീലികൾ, ചെവി, നെറ്റി എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് ഇവ പാർക്കുന്നത്. അതുപോലെ സ്ഥലങ്ങളിലും ഗുഹ്യഭാഗങ്ങളിലും ഒക്കെ ഇവ ഉണ്ടെങ്കിലും അവയുടെ എണ്ണം വളരെ കുറവാണ്. ചെറിയ കുട്ടികളിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഇവ എണ്ണം വളരെ കുറവാണ്. കാരണം അവിടെ മുഖത്ത് ഇത്തരത്തിലുള്ള സെബേഷ്യസ് ഗ്രന്ഥികളുടെ എണ്ണവും കുറവാണ് എന്നുള്ളതാണ്. അമ്മയുടെ സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് കുട്ടികളുടെ മുഖത്തേക്ക് ഇവ എത്തുന്നത്. ഇവയെ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല, വളരെ പഴയ കാലത്ത് തന്നെ 1842 ജർമ്മൻ ഫിസിഷ്യനായിട്ടുള്ള ഗുസ്താഫ് സിമോൺ ആണ് ഇതാദ്യമായിട്ട്, അദ്ദേഹം ഒരു സാമ്പിള് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് അതിൽ നിന്ന് ചലിക്കുന്ന ഈ ജീവിയെ കാണുന്നത്. അപ്പം അന്ന് തൊട്ടിട്ട് നമ്മുടെ ഡെമോഡെക്സ് ഫോളിക്കുലോറവും ഡെമോഡെക്സ് ബ്രെവിസും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തെ പറ്റിയിട്ടുള്ള പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. എങ്കിൽ കരോലിന യൂണിവേഴ്സിറ്റിയിലെ മെഗർ തെയംസും സംഘവും 2014 നടത്തിയ പഠനങ്ങളാണ് ഈ ഡെമോഡെക്സ് ബ്രെവിസിൻ്റെയും ഡെമോഡെക്സ് ഫോളിക്കുലോറത്തിൻ്റെയും ഇവയുടെ വമ്പൻ വിവരങ്ങളെ ശാസ്ത്രലോകം തിരിച്ചറിയുന്നത്. അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ 14% ആളുകളിലും ഈ ഫേസ് മൈറ്റുകളെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. കൂടാതെ 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും മുഖത്ത് ഇവയുടെ DNA സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. അതായത് എല്ലാവരുടെയും മുഖത്തൊക്കെ ഇവ ഏതെങ്കിലും സമയത്തൊക്കെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ്. കൂടാതെ ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും ചൈനയിലെയും ആളുകളുടെ മുഖത്ത് നിന്ന് കിട്ടിയ മൈറ്റുകളുടെ DNA ഘടനാ വ്യത്യാസവും അവർ പരിശോധിച്ചു. അതിൽ നിന്ന് തന്നെ മനുഷ്യർ ഉരുത്തിരിഞ്ഞ് ആഫ്രിക്കയിലുണ്ടായിട്ട് ഓരോ ഭൂഖണ്ഡങ്ങളിലേക്ക് ഏതൊക്കെ കാലത്താണ് പോയതെന്നും അപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്ന മൈറ്റുകളിൽ വന്നിരിക്കുന്ന വ്യത്യാസവും തിരിച്ചറിയാനായി. അതായത് മനുഷ്യ പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ ഉരുത്തിരിഞ്ഞ് ഭൂമിയിലെ സർവ്വ സ്ഥലങ്ങളിലേക്കും എത്തുന്നത് ഏതൊക്കെ കാലത്ത്, എങ്ങനെയൊക്കെ, ഏതൊക്കെ വഴികളിലൂടെ എന്നതിൻ്റെ ചുരുളഴിക്കാൻ കൂടി ഈ മൈറ്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നാൽ ഭൂമിയിലെ ദരിദ്രനെന്നോ പണക്കാരനെന്നോ സുന്ദരനെന്നോ സുന്ദരിയെന്നോ ഏത് ഗോത്രമെന്നോ ഏത് മതമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സർവ്വ ആളുകളുടെ മുഖത്തും ഇവർ ജീവിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ സർവ്വ മനുഷ്യരുടെയും ദേഹത്ത് വസിക്കുന്ന ഏക ആർത്രോപോഡായിട്ട് ഉള്ള പദവി ഡെമോഡെക്സ് മൈറ്റുകൾക്കാണ് ലഭിച്ചത്. അപ്പം മുഖത്ത് ഇവർക്ക് കൺപീലികളാണ് കൂടുതൽ ഇഷ്ടം. ഓരോ കൺപീലിയിലും ഡെമോഡെക്സ് ഫോളിക്കുലോറം 2 വെച്ചെങ്കിലും ഉണ്ടാവും. 0.3 മുതൽ 0.4 മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ വലിപ്പം, നീളം ഉണ്ടാകുക. വിരിയുടെ ആകൃതിയിൽ നീണ്ട അർദ്ധധാരിയ ശരീരമാണ് ഇവർക്കുള്ളത്. അതിൽ തന്നെ തല, കഴുത്ത്, ഉടല്, വാല് എന്നിങ്ങനെ കൃത്യമായിട്ട് വിഭജിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭാഗങ്ങളുണ്ട് താനും. ഇവയുടെ നിൽപ്പ് സാധാരണയായിട്ട് ഈ രോമക്കുഴിയിലേക്ക് തല താഴ്ത്തി വെച്ച് തലകുത്തനെ ബാക്കിയുള്ള ഭാഗം രോമത്തെ പോലെ തന്നെ മുകളിലോട്ട് നീണ്ടു നിൽക്കുന്ന, തുറിച്ച് നിൽക്കുന്ന വിധത്തിലാണ് ഇവ സാധാരണയായിട്ട് പകലൊക്കെ കഴിയുക. ഒരു പ്രത്യേകത, ഇവയുടെ തലക്കും കഴുത്തിനും ഇടയിൽ നഖപ്പത്തികളുള്ള 4 ജോഡി കാലുകളുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വാലടക്കം ശരീരത്തിൽ മുഴുവനായിട്ട് ശൽക്കങ്ങൾ നിറഞ്ഞതാണ്. പെൺമൈറ്റുകളാണ് വലിപ്പത്തിൽ കൂടുതലുണ്ടാകുക. കുറച്ചുകൂടി ഉരുണ്ട ആകൃതിയിലായിരിക്കും പെൺമൈറ്റുകൾ. 14-16 ദിവസമാണ് ഇവയുടെ ഒരു ജീവചക്രം. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ അല്ലെങ്കിൽ നിംഫുകൾ കാഴ്ചയിൽ ഏകദേശം ഈ അഡൽട്ട്, അതായത് മുതിർന്ന മൈറ്റുകളെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. എങ്കിലും അവർക്ക് 3 ജോഡി കാലുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. രാത്രിയാണ് ഇവ ഒളിവിടങ്ങളിൽ, അതായത് ഈ കുഴികളിൽ നിന്നും പുറത്തിറങ്ങി സഞ്ചരിച്ചു തുടങ്ങുക, ഇണകളെ തേടി സഞ്ചരിക്കുക. ഇവയുടെ സഞ്ചാരത്തിൻ്റെ വേഗതയും 8 തൊട്ട് 16 mm/h മാത്രമാണ്. വളരെ പതുക്കെയാണ് ഇവ സഞ്ചരിക്കുന്നത്. ആൺമൈറ്റുകളും പെൺമൈറ്റുകളും തമ്മിൽ ഇണചേർന്നതിന് ശേഷം പെൺമൈറ്റുകൾ ഓരോ രൂമക്കുഴിയിലും 20-24ഓളം മുട്ടകൾ ഇട്ട് വെക്കും. ആ മുട്ടകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹൃദയ രൂപത്തിലുള്ള മുട്ടകളാണ്. അതായത് വൃത്താകൃതിയിലോ അണ്ടാകൃതിയിലോ ഉള്ളതല്ല. കുഞ്ഞു കുഴികളിൽ ഞെക്കി ഞെരുങ്ങിയാണ് ഈ മുട്ടകൾ മുഴുവൻ ഇട്ട് വെക്കുക. നമ്മുടെ മുഖത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന എണ്ണമയമുള്ള ഒരു സെബേഷ്യസ് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമുണ്ടല്ലോ, കൊഴുപ്പ് അടങ്ങിയ, അതിൽ പതുക്കെ അതിൻ്റെ കൂട്ടത്തിലാണ് ഇവ പതുക്കെ സഞ്ചരിച്ച് ലാർവകൾ പുറത്തേക്ക് വരിക. ആ രോമക്കുഴിയുടെ അരികിലെത്തി അവ വളർച്ച പൂർത്തിയാക്കിയിട്ട് ഒരാഴ്ച കൊണ്ട് അഡൽട്ടായിട്ട് മാറും. ഇവ നമ്മുടെ മുഖത്ത് നിന്ന് എന്താണ്
എത്ര കാര്യമായിട്ട് ഭക്ഷിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ സെല്ലുകളും മൃതകോശങ്ങളും ഒക്കെ ആയിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ ഇവ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സെബേഷ്യസ് ഗ്രന്ഥികളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന മെഴുക്ക് പോലെയുള്ള കൊഴുപ്പും ഭക്ഷണമാക്കുന്നുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ മുഖത്തുള്ള പലതരത്തിലുള്ള ബാക്ടീരിയകളാണ് ഇവ ഭക്ഷണമാക്കുന്നതെന്നും കരുതപ്പെടുന്നുണ്ട്. എങ്കിലും കൃത്യമായിട്ട് ഇവയുടെ ഭക്ഷണം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തത പൂർണ്ണമായിട്ട് ഇപ്പോഴും ഇല്ല. എന്തായാലും ഇവ പരസ്പരം തിന്നാറില്ല. ഇവർക്ക് പ്രകാശം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇവ രോമക്കുഴികളിൽ ഒളിച്ച് കഴിയുക തന്നെയാണ് ചെയ്യുക. രാത്രിയാകുന്നതോടുകൂടി ഇരുളാകുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ മുഖത്ത് പതുക്കെ അവർ ഈ രോമക്കുഴികളിൽ നിന്നും പുറത്തേക്ക് വരിക. എന്നിട്ട് പതുക്കെ ഈ സഞ്ചരിച്ച് അവയുടെ ഇണയെ കണ്ടെത്തി ഇണചേരുകയാണ് ചെയ്യുന്നത്. ഇണചേർന്ന് അധികം വൈകാതെ തന്നെ ഇവ മുട്ടയിടും, രോമക്കുഴികളിൽ മുട്ടയിടും. ഈ മുട്ടകൾ വലിപ്പം കൂടിയതാണ്. ഇവയുടെ ശരീരത്തിൽ നിന്നാണ് ഇത്രയധികം മുട്ടകൾ വന്നത് എന്ന് നമ്മൾ അമ്പരന്ന് പോകും. ചില മാജിക്കുകാർ ചെറിയ തൊപ്പിയുടെ ഉള്ളിൽ നിന്നൊക്കെ നിരവധി സാധനങ്ങൾ പുറത്തേക്ക് എടുക്കുന്ന പോലെ ഈ കുഞ്ഞു ജീവിയുടെ ഉള്ളിൽ നിന്നും 10-24 വലിയ വലിപ്പമുള്ള മുട്ടകൾ ഞെരുങ്ങി പുറത്തേക്ക് വരുന്നുണ്ടാവും. ഇനി ഒരു കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരുടെ ജീവിതചക്ര കാലമൊക്കെ ജീവിക്കുന്നെങ്കിലും ഇവർക്ക് മലദ്വാരമില്ല. കഴിച്ച ഭക്ഷണം മുഴുവൻ ദഹിച്ച് അതിൻ്റെ ശേഷമുള്ള അതിൻ്റെ വിസർജ്യ വസ്തുക്കളൊക്കെ അതിൻ്റെ ശരീരത്തിൽ തന്നെ ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുക. അതായത് ജീവിതകാലം മുഴുവൻ തിന്ന സാധനം മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് അവസാനം ആയുസെത്തുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മുഖത്ത് രോമക്കുഴിയിൽ നിന്നും പുറത്ത് വന്ന് ശരീരം പൊട്ടിത്തെറിച്ച്, അതായത് ഒരു ബോംബ് പോലെ സ്വയം പൊട്ടിത്തെറിച്ച് ഈ മലം മുഴുവൻ അവിടെ തൂവി ചെതറിപ്പിച്ച് ചത്ത് തീരലാണ് ഇവരുടെ രീതി. വളരെ അപൂർവമായിട്ടാണെങ്കിലും നമ്മളിലൊക്കെ ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ ചില കവലകളിലോ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജഗദീഷ് സ്റ്റൈലിൽ നമ്മൾ കാക്ക തൂറിന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ ടവലെടുത്തിട്ട് തുടച്ച് നമ്മുടെ മുഖത്ത് മാറ്റുന്നത് അപൂർവം സംഭവിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നമ്മുടെ മുഖത്ത് ഈ എട്ടുകാലികൾ ഇങ്ങനെ തൂറി തെറിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഒരു വല്ലാതെ ഒരു ഉളുത്ത് കയറ്റം നമുക്കുണ്ടാവും, ഉറപ്പാണ്. ഇനി ഇവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ മൈറ്റുകൾ അവിടെ മലവിസർജനം നടത്തുമ്പോൾ ഉണ്ടാക്കുന്ന പുറത്തേക്ക് വിടുന്നതിലുള്ള ബാക്ടീരിയകളും അവ പുറത്തുവിടുന്ന ചില ടോക്സിനുകളും ഒക്കെ ചില തരത്തിലുള്ള അലർജിക്ക് കണ്ടീഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ ചില ത്വക്ക് രോഗങ്ങൾക്കും തിണർപ്പിനും ചുവന്ന പാടുകൾക്കും ഒക്കെ ചിലപ്പോൾ കാരണമാകും. ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ അഹന്തയിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ എൻ്റെ മുഖം എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുന്നതിലും വലിയ കാര്യമില്ല. നൂറുകണക്കിന് ജീവികളുടെ വെറും വളർത്തുശാലയാണ് ഈ മുഖം. മുഖം മാത്രമല്ല നമ്മുടെ ശരീരവും. അന്നപഥത്തിൽ തന്നെ നിരവധി തരം ബാക്ടീരിയകളുണ്ട്. അവയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കഴിക്കുന്ന പല പോഷക ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. പറഞ്ഞു വന്നത് ഇവരൊന്നും ഇല്ലെങ്കിൽ, ഇത്തരത്തിലുള്ള ചെറുജീവികളോ ബാക്ടീരിയകളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളും ഇല്ല എന്നാണ് അർത്ഥം. ചിലപ്പോൾ ഇവയുടെയൊക്കെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു യാനം മാത്രമല്ല ഒരു വാഹനം മാത്രമായിരിക്കാം നമ്മുടെ ശരീരം. ഈ ബാക്ടീരിയകളെ കൂടാതെ ലക്ഷക്കണക്കിന് മൈറ്റുകൾ, ചെള്ളുകൾ, വിരകൾ, പേനുകൾ, കൃമികൾ, പ്രോട്ടോസോവുകൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ളിലും പുറമെയൊക്കെ ആയിട്ട് നമ്മളും അവരും കൂടിയിട്ട് ഒരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സഹവർത്തിത ജീവിതമാണ് ഈ എത്രയോ ലക്ഷം വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊരു കോളനിയിലെ വലിയേട്ടൻ്റെ പവറിന് അപ്പുറമൊന്നും വലിയ അഹങ്കാരവും അവകാശവാദവും നമുക്ക് നമ്മുടെ ശരീരത്തോടും വേണ്ട. അപ്പോൾ പരിണാമദിശയിൽ നമ്മളെ കൂടെ കൂടിയിരിക്കുന്ന ഈ പലതരത്തിലുള്ള ജീവികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടാവും. അതായത് നമ്മുടെ പരിണാമം ഇവരുടെ ഒപ്പം തന്നെയാണ്. ഇവർ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നത് എന്നാണോ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ ഇവയെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് എന്നോ പറയേണ്ടത്, അതോ ഇവർ നമ്മളെ ശരീരത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണോ? അപ്പോൾ അതത്ര പെട്ടെന്ന് ഉറപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് തീർപ്പാക്കില്ല. അതുകൊണ്ട് FBയിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ ചിത്രം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഓർമ്മിക്കുക, ഇത് നമ്മുടെ മുഖം മാത്രമല്ല, വളരെയധികം ആയിരക്കണക്കിന് ജീവികളുടെ മുഖത്തിൻ്റെ ചിത്രം കൂടിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. പലതരത്തിലുള്ള കുഞ്ഞു ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള ജീവലോകത്തിലെ പലതരത്തിലുള്ള കൗതുകങ്ങളും അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.